അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാ, ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്ത, പദവി കൊടുത്ത പ്രവാചകനാരാ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. നാളെ പരലോകത്ത് പടച്ചവനെ ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുയായികളും നാളെ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുമ്പോ പരലോകത്തിന്റെ നേതാവാരെന്നറിയുമോ? ആദം നബിയല്ല, നൂഹ് നബിയല്ല, ഇബ്രാഹിം നബിയല്ല, മൂസാ നബിയല്ല. പടച്ചവനെ എല്ലാവരും പരലോകത്തിന്റെ നേതാവാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. രണ്ടാമതായിട്ട് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്, സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ അതാ ഖബർ പൊളിച്ചുകൊണ്ട്, ഖബർ പിളർന്നുകൊണ്ട് സർവരും എഴുന്നേറ്റ് വരുമല്ലോ. ആരാണ് ലോകത്താദ്യമായിട്ട് കടന്നു വരുന്നത്? അതാ പരലോകത്തേക്ക് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മൂന്നാമതായിട്ട് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങള്, അവരുടെ അനുയായികൾ എല്ലാവരും ഒരുമിച്ച് കൂടുമല്ലോ. ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകനാരെന്നറിയുമോ? ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകനാരെന്നറിയുമോ? ഞാനാണ് സഹാബാ. ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകന് മുത്തുനബിയാ. നാലാമതായിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വർഗത്തിൽ ആദ്യമായിട്ട് കിടക്കുന്നതാരാ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ആദ്യമായിട്ട് കിടക്കുന്നതാരാ? സ്വർഗം തുറക്കുന്നതാരെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ അഞ്ചാമതായി പറയുന്നു, നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന ഭയാനകമായ പാലമുണ്ടല്ലോ, ആ പാലം കടന്നുകൊണ്ട് ആദ്യമായിട്ട് കിടക്കുന്നതാരാ? ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളാണ് പടച്ചവനെ. 50,000 വർഷത്തെ കയറ്റമാണ്, 50,000 വർഷത്തെ നിരപ്പാണ്, 50,000 വർഷത്തെ ഇറക്കമാണ്. പടച്ചവനെ, ദുനിയാവിൽ 50,000 വർഷമെന്ന് പറയുമ്പോ നമുക്കങ്ങനെ നിസാരമായി തോന്നുമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പരലോകത്തിലെ 1 മണിക്കൂറുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിലെ 1 ദിവസമുണ്ടല്ലോ, ഈ ദുനിയാവിൽ 50,000 വർഷത്തിനേക്കാൾ ദൈർഘ്യമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ആ പരലോകം, ആ പരലോകത്തിലെ 1 ദിവസത്തിന് ഈ ദുനിയാവിൽ 50,000 വർഷത്തിനേക്കാളും ദൈർഘ്യമുണ്ട്. അവിടുത്തെ 1 ദിവസമെങ്കിൽ അങ്ങനെ 50,000 വർഷമെന്ന് ചിന്തിച്ചു നോക്ക്. ആ സിറാത്ത് എന്ന് പറയുന്ന നീണ്ടു കിടക്കുന്ന പാലമുണ്ടല്ലോ, ആ ഭയാനകമായ പാലമുണ്ടല്ലോ, ആ പാലം കടന്ന് ആദ്യമായിട്ട് കടന്നു പോകുന്നത് ആരെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ആറാമത്തെ മഹത്വം എന്തെന്നറിയുമോ? അൽ വസീല. വസീല എന്ന് പറയുന്ന സ്വർഗത്തിലെ ഉയർന്ന പദവിയുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ പ്രവാചകന് പടച്ച റബ്ബ് കൊടുക്കുന്നതാ. ആ വസീല എന്ന് പറയുന്ന പദവിയുണ്ടല്ലോ, അത് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമല്ലോ. അല്ലാഹുവേ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസലാത്തിൽ ഖായിമ
ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു തന്ന ആ വസീലയുടെ ദുആ ഉണ്ടല്ലോ, പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകന് മാത്രം കിട്ടുന്ന ഒരു പദവിയാണ് വസീല എന്ന് പറയുന്ന പദവി കൊടുത്ത് അല്ലാഹു ആദരിക്കുകയാ. ഏഴാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മുത്തുനബിക്ക് അല്ലാഹു കൊടുക്കുന്ന ഏഴാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? ഇന്നാ അഅ്തൈനാകൽ കൗസർ. കൗസർ എന്ന് പറയുന്ന നദിയുണ്ടല്ലോ, ആ കൗസർ, ഹൗദുൽ കൗസർ ഉണ്ടല്ലോ, സ്വർഗത്തിന്റെ അരുവികളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ആ ഹൗദുൽ കൗസർ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ പാനീയം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കുകയില്ലല്ലോ. അല്ലാഹുവേ, ആ ഹൗദുൽ കൗസർ കോരിക്കൊടുക്കാൻ മുത്തുനബിക്ക് അല്ലാഹു അനുവാദം കൊടുക്കുമല്ലോ. ഏഴാമത്തെ ശ്രേഷ്ഠതയാണ്. എട്ടാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് പടച്ചറപ്പ് കൊടുക്കുന്ന എട്ടാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുക്കുന്ന എട്ടാമത്തെ ശ്രേഷ്ഠത എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്താണ് ശഫാഅത്ത് എന്നറിയുമോ? മുത്തുനബിയുടെ ശഫാഅത്ത് എന്താണ്? എട്ടാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ശഫാഅത്ത്? എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണ് പ്രവാചകൻ ശഫാഅത്ത് ചെയ്യുന്നത്? 3 സ്വലാത്ത് പറഞ്ഞ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശഫാഅത്തിന്റെ ഗൗരവം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പരലോകത്തിന്റെ അവസ്ഥകളെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ്. പരലോകത്തിന്റെ ഭയാനകമായ അവസ്ഥകളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്തിരുന്നു കൊണ്ട് മുത്തുനബിയുടെ പ്രഭാഷണം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കാരണം പ്രവാചകൻ മദീനത്ത് പോകുന്നവർക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വീടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാരണം പ്രവാചകന്റെ വീടിനകത്ത് നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത്, ഇന്ന് നാം പോകുമ്പോൾ കാണുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ്, അതായിരുന്നു പ്രവാചകന്റെ വീട്. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന അത്രയും സ്ഥലം. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിനകത്തിരുന്നു കൊണ്ട് പ്രവാചകന്റെ നസീഹത്തുകളൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ പ്രവാചകന് പരലോകത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്. വല്ലാതെ കരഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി ആയിഷ, നീ എന്തിനാ കരയുന്നേ? എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു, നബിയേ, അങ്ങ് പരലോകത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് പേടിച്ച് കരഞ്ഞ് തളർന്നു പോയതാ. അവിടുന്ന് പരലോകത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് ആ പരലോകത്തിന്റെ അവസ്ഥകളെ കുറിച്ച് ചിന്തിച്ചിട്ട് കരഞ്ഞു വീണു പോയതാണ്, തളർന്നു പോയതാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്തു. വല്ലാത്ത സ്നേഹം. ഭാര്യ ഒന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞുപോയി. പ്രവാചകൻ അവിടെ നിന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഒന്ന് കരഞ്ഞപ്പോ എടുത്തിങ്ങനെ മടിയിൽ വെച്ചിട്ട് അവിടുത്തെ കണ്ണുനീര് തുടച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുന്നു. റസൂലുള്ളാഹി തങ്ങൾ ആരാ? ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ
തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണ് നിറഞ്ഞപ്പോൾ അതാ മനസ്സിലാക്കേണ്ടത്, അതാ സ്നേഹം. നമ്മുടെ ഭാര്യമാരെങ്ങാണം കരഞ്ഞ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുമോ? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെങ്ങാണം ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ആ ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുവാനോ സമാധാനിപ്പിക്കുവാനോ നമുക്ക് ആർക്കെങ്കിലും തോന്നുമോ? എന്താ ഇപ്പം എല്ലാവരും എന്നെ നോക്കി ചിരിക്കണേ, എന്താ നാസറിനെ തോന്നുമോ? നമ്മുടെ ഭാര്യയെങ്ങാണം കരഞ്ഞ അല്ലേ ഉപാഷിക്ക, നമ്മുടെ ഭാര്യയെങ്ങാണം കരഞ്ഞ നമ്മൾ സമാധാനിപ്പിക്കുന്നത് പോയിട്ട് ചോദിക്കുക, എന്ത് നീരുന്ന് മോങ്ങണത്, എന്താ നിനക്ക് പിന്നെയും ദേഷ്യവാ? ഏത് ഭർത്താവാ സമാധാനിപ്പിക്ക? റഫീഖാക്ക അഭിപത്തൊന്നും കേൾക്കണ്ട. ആരാപ്പ നമ്മൾ സമാധാനിപ്പിക്കുക? അതാണ് ഇത്ര വലിയ വാശയും ദേഷ്യയും ഇത്രയൊക്കെ ആണെങ്കിലും ഭാര്യയുടെ കണ്ണുനീര് കണ്ടാൽ തീർന്നു പോകുമല്ല. നിങ്ങൾ ചരിത്രം എടുത്തു നോക്കിയത് ആരുടെ ചരിത്രമാണ്? ഏതെങ്കിലും ഒരു സിനിമ സൂപ്പർ സ്റ്റാറിന്റെ ചരിത്രമൊന്നുമല്ല. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തൻ്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേര് എന്തോ പറഞ്ഞിട്ട് പിണങ്ങി. പിണക്കം അവിടെയുമുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സ്നേഹമുള്ളിടത്തെ പിണക്കമുണ്ടാവും. ഇനി ഭാഷക്ക സ്നേഹമുള്ളിടത്തെ എന്തുണ്ടാവത്തുള്ളൂ? പിണക്കമെന്ന് പറയുന്നത് കുടുംബജീവിതത്തിൽ എന്താ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മലക്കൊന്നുമല്ലല്ലോ, അവിടെയും പ്രശ്നമുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും പ്രവാചകനും തമ്മിൽ എന്തോ പറഞ്ഞിട്ട് പിണങ്ങി. അവരുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ വിചാരിക്കും പടച്ചോനെ എൻ്റെ ജീവിതത്തിൽ മാത്രമേ പിണക്കമുള്ളൂ, എന്നും അടിയും ബഹളവാണെന്ന്. പടച്ചോനെ എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട്. അടിയും വഴക്ക് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര പ്രാവശ്യം അടി കൂടിയിട്ടുണ്ടെന്നറിയോ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ കൊണ്ടുവന്ന കറിയും പാത്രം എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളെ കാലിച്ചേക്ക് പ്രവാചകന്റെ കയ്യിൽ നിന്ന് വലിച്ച് കറിയും പാത്രവും എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. പലപ്പോഴും ദേഷ്യം വരുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകനോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട്, ഒരു മനുഷ്യനാണെങ്കിൽ തൻ്റെ ഭാര്യയുടെ പീഡനം സഹിക്കാൻ കഴിയാതെ ഖലീഫയോട് പരാതി പറയാൻ വന്നതാ. ഇപ്പം നോക്കിയാലും പെണ്ണുപിള്ളയുടെ പീഡനം പെണ്ണുങ്ങൾ മാത്രമേ പറയാത്തുള്ളൂ, പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നു. ആണുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പാവങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. നിയമങ്ങൾ മുഴുവനും പെണ്ണുങ്ങളുടെ ഭാഗത്താ, എന്ത് ചെയ്താലും അവരുടെ ഭാഗത്ത്. എന്നിട്ട് അവർ പോയി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക. ഈ പാവപ്പെട്ട ഭർത്താക്കന്മാരെ പീഡിപ്പിക്കണം എത്ര പെണ്ണുങ്ങളുണ്ടെന്നറിയോ? അപ്പോൾ ഒരാളിങ്ങനെ ഈ പീഡനങ്ങളൊക്കെ സഹിക്കാൻ പറ്റാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. നേരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കാൻ നേരെ ഉമർ തങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്നു. രാത്രി തൻ്റെ ഭാര്യയുടെ പീഡനത്തെക്കുറിച്ച് പരാതി പറയാൻ വീടിന്റെ മുമ്പിൽ ഉമർ തങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട്, പടച്ചോനെ ഈ മനുഷ്യൻ അങ്ങ് തിരിച്ചു പോവാ. എന്താണെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിനകത്ത് ബദർ യുദ്ധം നടക്കുക. ഭാര്യ ഉമർ തങ്ങളെ വിറപ്പിച്ചുകൊണ്ടിരിക്കുക. ഉമർ തങ്ങളുടെ വീടിനകത്ത് ഭാര്യ ഉമർ തങ്ങളുമായിട്ട് ഭയങ്കര വഴക്ക്. ഈ സാധുവായ മനുഷ്യൻ ഇങ്ങനെ വീടിന്റെ പുറത്തു വന്ന് ഇങ്ങനെ നിന്നു. അല്ലാഹ്, പടച്ചോനെ ഒന്നുമില്ല, ഈ മനുഷ്യനങ്ങ് തിരിച്ചുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി പോകുന്ന കണ്ടപ്പോൾ ചോദിച്ചു, ചങ്ങായി എന്തിനാ വന്നേ? ഒന്നുമില്ലപ്പാ, വാ, എന്തിനാ നീ വന്നേ? എൻ്റെ ഭാര്യയുടെ പരാതി പറയാൻ വേണ്ടി വന്നതാ. ഇവിടെ വന്നപ്പോൾ പടച്ചോനെ പറയാൻ തോന്നുന്നില്ല, കാരണം ഇത് വെച്ച് നോക്കുമ്പോൾ അത് എത്രയോ ഒരു സാരവാ. അപ്പൊ എല്ലാവരുടെ ചരിത്രത്തിലുമുണ്ട്. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പിണങ്ങി. നമ്മളെ പോലെ മാസങ്ങളൊന്നുമില്ല പിണക്കം, അതിനൊക്കെ സമയമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പിണക്കമായപ്പോ രണ്ടുപേരും മിണ്ടാതായപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത സ്നേഹിതനാണല്ലോ, അവിടുത്തെ സഹചാരിയാണല്ലോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഒന്ന് അമ്മായപ്പനാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വാപ്പയുമാണ്. അതുമാത്രമല്ല പ്രവാചകന്റെ കൂട്ടുകാരനുമാണ്. അപ്പം മകളുമായിട്ടുള്ളൊരു കുടുംബ വഴക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വന്നു നിന്നപ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തോ ചെറിയ വിഷയമായിരുന്നു, ചരിത്രം എനിക്ക് ഓർമ്മയില്ല, എന്തോ വിഷയം. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ എന്താ നിനക്ക് പറയാനുള്ളത് എന്താച്ചാ പറഞ്ഞു. അങ്ങനെ ആദ്യം അവിടെ പരിഗണന കൊടുത്തേ. നമ്മളങ്ങനല്ല, പെണ്ണുമ്പിള്ളയുടെ വീട്ടുകാർക്കും പെണ്ണുമ്പിള്ളയ്ക്കും മിണ്ടിക്കൂടാ, നമ്മൾ പറയാം ആദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അങ്ങോട്ട് പറയാൻ തുടങ്ങി. വാപ്പയല്ലേ, ഇത്തിരി സ്വാതന്ത്ര്യം കൂടിപ്പോയി. വാപ്പാനോട് ഇങ്ങനെ പരാതി പറയുമ്പോ എന്തോ ഒരു വാക്ക് പറഞ്ഞു.
എന്തോ ഒരു വാക്കു പറഞ്ഞ ഉടനെ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ മുഖത്തൊരൊറ്റ അടി. പാപ്പയല്ലേ, മുത്തുനബിയെ കുറിച്ച് എന്തോ എന്ന് പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതെ എഴുന്നേറ്റിട്ട് ഒരെണ്ണം കൊടുത്തു. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകളായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്തടിച്ചു. ഭർത്താവിന്റെ മുന്നിൽ വെച്ചോണ്ട് വാപ്പ തല്ലി. പടച്ചോനെ, ആയിഷ ബീവി അങ്ങോട്ട് കരയാൻ തുടങ്ങി. ആയിഷ ബീവിക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ ആയിഷ ബീവി മുഖം പൊത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ കരയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിണങ്ങിയിരിക്കുക. പക്ഷെ ഭാര്യ കരഞ്ഞപ്പോൾ സഹിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, മധ്യസ്ഥ പറയാമെന്നാ മധ്യസ്ഥ പറയണം, എൻ്റെ ഭാര്യയെ തല്ല ആരാ പറഞ്ഞെന്ന്. ചോദ്യം മാറി പോയി, കൈവിട്ടുപോയി. അവിടെ നിന്ന് എടുത്തു വെച്ച ചോദ്യം മധ്യസ്ഥ പറയാമെന്നാ പറയാൻ പറയണം. എൻ്റെ ഭാര്യ എന്തിനാ അടിച്ചേ? പടച്ചോനെ, ആകെ ഇത്രയേ ഉള്ളൂ സഹോദര. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ചേർത്തു പിടിച്ചു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ തീരണം. അങ്ങനൊന്നും തീരാത്ത ചില കാലന്മാരുണ്ട്. പടച്ചോനെ, എന്താണെന്നറിയില്ല. ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരി നിരകണ്ണുകളോടെ സ്ഥിരമായി ഞാനിപ്പോൾ പ്രസംഗിക്കുന്നതും കേൾക്കുന്നുണ്ടാകും. ഉസ്താദേ, നിങ്ങളുടെ വയൽ എല്ലാ ദിവസവും കേൾക്കും, എൻ്റെ ഭർത്താവ് എനിക്കൊരു വേലക്കാരിയുടെ പരിഗണന പോലും തരൂല്ല. അദ്ദേഹത്തിൻ്റെ വസ്ത്രം തേക്കണം, ഭക്ഷണം നോക്കണം, വീട് നോക്കണം, മാതാപിതാക്കൾക്ക് വെച്ചു വിളമ്പി കൊടുക്കണം, മക്കളെ നോക്കണം, എല്ലാം ഉണ്ട്. ഒരു വേലക്കാരിയുടെ പരിഗണന പോലും, ഭക്ഷണം കഴിച്ചോ സുഖമാണോ എന്ന് ചോദിക്കുന്നില്ല. എത്രയോ കാട്ടാടന്മാർ. അതാണ് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെക്കാരും അധപ്പതിച്ചു പോയവൻ. നാട് നീളെ കടന്ന് പെണ്ണ് കെട്ടിയിട്ട് പടച്ചോനെ ചെലവിന് കൊടുക്കാത്ത എത്രയോ വ്യക്തികളുണ്ട്. അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുനീര് കുടിക്കുന്ന അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ഭാര്യമാരെന്തായിരിക്കും? പടച്ചെന്നരച്ചിക്ക് എത്ര വലിയ ഭാഗ്യവതികളാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്കൊക്കെ സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്താ പറഞ്ഞു വന്നത്? വല്ല ഓർമ്മയുണ്ടോ? കഥ കേൾക്കാൻ നല്ല രസമുണ്ടില്ലേ? ഉള്ള ഉസ്താദെ, പറ ഉസ്താദെ, പെണ്ണുപിള്ളമാരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനല്ല അല്ലേ? പെണ്ണുപിള്ളമാരൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറാൻ പറ്റൂല. ചെല്ലുമ്പോൾ ആമിന ഇങ്ങനെ ഒരു നോട്ടം നോക്കും. ഷാജിക്ക പ്രസിഡൻ്റൊക്കെ ആയിരിക്കും പള്ളിയിലെ. വീട്ടിൽ ചെല്ലുമ്പോൾ അക്ക ഒരു നോട്ടം നോക്കും. കേട്ടില്ലേ ഇമാമ് പറഞ്ഞത് എന്ന് നോക്കേണ്ട വരും. കാരണം എന്താ? ചില കാര്യങ്ങൾ അങ്ങനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില ചരിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭാര്യമാരൊക്കെ എത്ര ഭാഗ്യവതി എന്നറിയോ? നമ്മളെപ്പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ? ഇതിനെക്കാലം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എണ്ണേ. ചിരിച്ചോ? അക്കാമാരൊന്നും കേൾക്കരുത്. അല്ലാഹു അലം. അല്ലാഹു സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്നെ വലിയ സ്നേഹമാണോ? പിന്നെ എന്താ സ്നേഹം ആയിഷ? എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാ. ഒരൊറ്റ ചോദ്യം ചോദിച്ചു. പ്രവാചകൻ ചിരിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ടിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എന്നോട് വല്ലാത്ത സ്നേഹമാണോ ആയിഷ? എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാ, നിന്നോട് വല്ലാത്ത ഇഷ്ടമാ. ആ സമയത്താണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോൾ ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ? ഈ സ്നേഹം എന്നോടുണ്ടാകുമോ നബിയേ? ആ പരലോകത്ത് വെച്ച് എന്നെ കണ്ടാ തിരിച്ചറിയുമോ? എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ? അള്ളാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന പ്രവാചകന്റെ മുഖമൊക്കെയങ്ങ് വിവരണമാവുകയാണ്. അവിടുന്ന് ചുമന്നു തുടുക്കുകയാണ്. മുത്തുനബിയുടെ കണ്ണ് നിറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ താടിരോമത്തിലൂടെ അവിടുന്ന് ഇങ്ങനെ ഒഴുകുകയാ. റസൂലുള്ള ഇരുന്ന് കരയുകയാണ്. മുത്തുനബി ഇരുന്ന് കരയുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് കരയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാ നബിയെ കരയുന്നത്? എന്തിനാ നബിയെ കരയുന്നത്? ആയിഷ, അല്ലാഹുവിന്റെ പരലോകത്തെ കുറിച്ച് നിനക്കറിയില്ലേ ആയിഷ? അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ച് നിനക്കറിയില്ലേ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ജന്മം കൊടുത്ത വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പിറപ്പോ കുടുംബക്കാരോ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ആയിഷ, അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിൽ ജനങ്ങൾ എത്തിക്കഴിഞ്ഞ ഫലാ യദ്കുറു അഹദുൻ അഹദാ, ഒരാളും മറ്റൊരാളെ സഹായിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്ത് 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിൽ സിറാജ് എത്തിക്കഴിഞ്ഞാൽ എന്റെ വാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പറപ്പില്ല, കുടുംബക്കാരില്ല, കൂട്ടുകാരില്ല, ഒരാളും എന്നെ കണ്ട പരിചയം കാണിക്കൂല, ഒരാൾ പോലും എന്നെ തിരിഞ്ഞു നോക്കൂല, ഒരാൾ പോലും എന്നെ സഹായിക്കില്ല. അങ്ങനെയുള്ള 3 സ്ഥലങ്ങളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നബി അവിടെ നിന്ന് പറയുന്ന ഒരാളും തിരിഞ്ഞു നോക്കില്ല, ഒരാളും കണ്ട പരിചയം കാണിക്കൂല. അങ്ങനെയുള്ളത് അങ്ങനെയുള്ള 3 സമയങ്ങളുണ്ടെന്ന് നബാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്താണ് മുത്തുനബിക്ക് അല്ലാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അന്നെല്ലാവരും നമ്മളെ കൈയൊഴിയുമല്ലോ, ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കൂല, ഒരാളും നമ്മളെ സഹായിക്കൂല, എല്ലാവരും കൈയൊഴിയുകയാണ്. ആ ദിവസത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകന് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കുന്നത്. ശഫാഅത്തുൽ കുബ്റാ, ഏറ്റവും മഹത്തായ ശുപാർശ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ശഫാഅത്തിനെ കുറിച്ച് അവിടുന്ന് ചരിത്രം പറയുകയാ. ലോകാരംഭം മുതൽ ലോക അവസാനം വരെയുള്ള സൃഷ്ടികളെല്ലാം സമ്മേളിക്കും മഹ്ശറയുണ്ടല്ലോ, ആളുകളെല്ലാവരും അനിശ്ചിതാവസ്ഥയിൽ ദീർഘകാലം ഭയം വിറച്ചുകൊണ്ട് നിൽക്കുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. തങ്ങളുടെ വിചാരണയെ കുറിച്ച് യാ വൈലതാ യാ ഖസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് അവനവന്റെ കാര്യമോർത്തിട്ട് നിലവിളിക്കുന്ന പടച്ചറപ്പിന്റെ ആ ഭയാനകമായ കോടതിയുണ്ടല്ലോ. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ അവിടെ നിന്നൊരു തീരുമാനമെടുക്കുകയാണ്. എല്ലാ പ്രവാചകന്മാരുമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ശഫാഅത്ത് കിട്ടുന്നതിന് വേണ്ടിയാ ഞാനും നിങ്ങളും ദുആ ചെയ്യത്. ആ പ്രവാചകന്റെ ശഫാഅത്തിന് വേണ്ടിയല്ലേ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് ദുആ ചെയ്തത്. അൽ വസീലത വൽ ഫളീല വദ്ദറജത റഫിയ وبعثه مقاما معمودا الذي وعدته وارزقنا شفاعة يوم القيامة. പടച്ചവനെ, ഞാനും നിങ്ങളും ആ ശഫാഅത്ത് കിട്ടുന്നതിന് വേണ്ടിയല്ലേ ദുആ ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, ഇന്ന ശംസ തദ്നു യൗമൽ ഖിയാമ ഹത്താ യബ്ലുഗൽ ഖർഖു നിസ്ഫൽ ഉദ്നി. മഹാനായ
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരലോകത്ത് തീർച്ചയായും സൂര്യനും മനുഷ്യന്റെ അടുത്തു വരുന്നതാണ്. വിയർപ്പൊലിച്ചവന്റെ ചെവിയുടെ പകുതി വരെ എത്തിയിട്ടുണ്ടാകും. ഈ ചെവിയുടെ പകുതി വരെ അവന്റെ വിയർപ്പിങ്ങനെ ഒഴുകിയെത്തുകയാണ്. എല്ലാവരും അവിടെ ഭയന്നുകൊണ്ട് നടക്കുകയാണ്. ആ ഭയാനകമായ ദിവസത്തില് പോയ പാപങ്ങൾക്കനുസരിച്ച് വിയർപ്പിന്റെ കത്ത് മുങ്ങുന്ന ദിവസമാണ്. എല്ലാവരും ഓടുകയാണ്. മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം ആദം നബിയുടെ മുന്നിൽ പോയിട്ട് പറയുന്നു, വാപ്പാ, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് നിങ്ങൾക്ക് റൂഹ് ഊതിയത്. വാപ്പാ, നിങ്ങളെ സ്വർഗത്തിലല്ലേ താമസിച്ചത്? ഞങ്ങളുടെ ഉപ്പയല്ലേ, ആദ്യത്തെ മനുഷ്യനല്ലേ? ഞങ്ങളെ സഹായിക്കുമോ? ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുമോ? ആദം നബിയുടെ മുന്നിൽ എല്ലാവരും പോയി കിടന്ന് യാചിക്കുകയാണ്. ആദം നബി നൂഹ് നബിയെ കാണിച്ചു കൊടുക്കുകയാ. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ ശൈഖുൽ അംബിയാ, ഏറ്റവും പ്രായം കൂടിയ പ്രവാചകന് പടച്ചവനെ നൂഹ് നബി അലൈഹിസ്സലാം അവിടെ ചെന്നിട്ട് പറയുന്നു, നബിയേ, 950 വർഷക്കാലം രാവും പകലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ നടന്ന പ്രവാചകനാണ്. ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുമോ? നൂഹ് നബി മൂസാ നബിയെ കാണിക്കുകയാ, മൂസാ നബി ഇബ്രാഹിം നബിയെ കാണിക്കുകയാ, ഇബ്രാഹിം നബി ദാവൂദ് നബിയെ കാണിക്കുകയാ. പടച്ചവനെ ഓരോ പ്രവാചകന്മാരും കൈയൊഴിയുകയാണ്. അവസാനം എല്ലാവരും കൂടെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥലത്ത് ചെല്ലുകയാണ്. മുത്തി നബിയോട് അവിടെന്ന് പറയുന്നു, നബിയേ, ഞങ്ങളെ കൈവിടല്ലേ നബിയേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നബിയേ. എല്ലാവരും മുത്തി നബിയുടെ ചാരത്ത് ചെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുകയാണ്, ഒരു ദീർഘമായ ഹദീസിന്റെ അവസാനം ആളുകൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ട് കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഫഅന്തലിഖൂ ഫാതി തഹ്തൽ അർശി ഫഅഖഅ സാജിദാ ലിറബ്ബി സുമ്മ യഫ്തഹുല്ലാഹു അലയ്യ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പ്രവാചകന്മാരും കൈയെടുന്ന് കഴിഞ്ഞപ്പോ എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കിടന്ന് അവിടെ നിന്ന് യാചിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ച റബ്ബിന്റെ അർശിന്റെ താഴെ പോവുകയാണ്. അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെ എത്തുകയാണ്. എന്നിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാണ്. അല്ലാഹു പറയുന്നു, നബിയേ, എഴുന്നേക്ക് നബിയേ, എഴുന്നേക്ക് നബിയേ, വിചാരണ ചെയ്യാൻ സമയമായി നബിയേ, എഴുന്നേറ്റ് മാറി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേക്കുന്നില്ല. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിനാരുമില്ല അല്ലാ, എന്റെ സമുദായത്തിനാരുമില്ല, എന്റെ പാവപ്പെട്ട അനുയായികൾക്ക് ആരുമില്ല. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ ഞാൻ എഴുന്നേക്കില്ല അല്ലാ. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെന്ന് പറയുകയാ, ഫയഖൂലു ബികാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു പറയുന്നു, സുമ്മ യുഖാലു യാ മുഹമ്മദ് ഇർഫഅ റഅസക സലതുഅതഹു അസ്ഫഅ തുശഫിഅ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, എഴുന്നേക്ക് നബിയേ, സുജൂദിൽ നിന്ന് എഴുന്നേക്ക് നബിയേ. അങ്ങക്ക് ഇഷ്ടമുള്ളവരെ സ്വർഗത്തിലേക്ക് കടത്തിവിടാൻ അല്ലാഹു അവകാശം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പ്രവാചകന്മാരുടെ മുന്നിലും പോകും. ആദം നബിയുടെ മുന്നിൽ പോകുമ്പോൾ ആദം നബി
ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാന്നല്ല പറയുന്നത്. മക്കളെ, എൻ്റെ കാര്യം തന്നെ വലിയ കഷ്ടത്തില്ല. ദോ ഇരിക്കുന്നു 950 വർഷം ദഅവത്ത് നടത്തിയ നൂഹ് നബി. പൊക്കോ. അവിടെ ചെല്ലുമ്പോൾ നൂഹ് നബി പറയും, എൻ്റെ കാര്യം പറ്റൂല, ഞാൻ തന്നെ പേടിയില്ല. ദോ ഇരിക്കുന്നു മൂസാ നബി. മൂസാ നബിയുടെ ചാരത്തിൽ മൂസാ നബി പറയും, ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് എനിക്ക് തന്നെ എന്നറിയില്ല. ഇതായിരിക്കുന്ന ഇബ്രാഹിം നബി. ഇബ്രാഹിം നബിയുടെ ചാരത്ത് ചൊല്ലും. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും തട്ടി 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 അവസാനം മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ പ്രവാചകൻ എല്ലാവരും കൂടെ വന്ന് അവിടെ നിന്ന് പറയുമ്പോൾ നേരെ അള്ളാഹുടെ മുന്നിൽ പോയിട്ട് അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെ പോയിട്ട് സുജൂദി കിടക്കും. കാര്യം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അതാ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാ പണ്ടുള്ളവർ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഓടി വന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? അള്ളാഹുടെ മുന്നിൽ സുജൂദ് ചെയ്യല. അള്ളാഹിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. എൻ്റെ പ്രിയപ്പെട്ട, അപ്പൊ സുജൂദിൽ ഇങ്ങനെ കടക്ക. നബിയെ എഴുന്നേക്ക്, വിചാരണ ചെയ്യാൻ സമയമായി. എഴുന്നേക്ക് വിചാരണ ചെയ്യട്ടെ. ഇല്ല അല്ല, ഞാൻ എഴുന്നേക്കില്ല പടച്ചവനെ. അള്ളാഹുവെ, ഞാൻ എഴുന്നേക്കില്ല അല്ല, എൻ്റെ ഉമ്മത്തിന് ആരുമില്ല അല്ല, ഞാനേ ഉള്ളൂ പടച്ചവനെ. ഇവരുടെ കാര്യത്തിലൊരു തീരുമാനം വേണം. അവസാനം അല്ല പറയും, നീ എഴുന്നേക്ക്, ഇഷ്ടമുള്ളവർക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുത്തോ. ഷഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കും മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ നിന്ന് ഷഫാഅത്ത് ചെയ്യാനുള്ള അർഹത അല്ലാഹു കൊടുക്കും. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഫാഅത്ത് ചെയ്യുന്നത്? ഒന്ന്, മഹ്ശറയിൽ വെച്ച് വിചാരണ ചെയ്യാൻ തീരുമാനമെടുക്കുന്നതിനായിട്ടുള്ള ഷഫാഅത്ത്. അപ്പൊ അവിടെ വെച്ചുകൊണ്ട് അതാണ് ഷഫാഅത്തുൽ കുബ്ര. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അവിടെ നിന്ന് ഷഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് കടത്തിവിടാനുള്ള ഒരു അവകാശം അല്ലാഹു കൊടുക്കും. 2, സ്വർഗപ്രവേശനം ലഭിച്ചവർക്ക് സ്വർഗത്തിൽ കടക്കുവാനുള്ള ഷഫാഅത്ത്. പല രീതിയിലാണ് ഷഫാഅത്ത് ഉള്ളത്. ഒന്ന് വലിയ ഷഫാഅത്ത്, അല്ലാഹു ആ മുത്തുനബിയുടെ ഷഫാഅത്ത് കിട്ടുന്നവർ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു പെടുത്തുമാറാകട്ടെ.